തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആലപ്പുഴയിലുമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുണ്ടായിട്ടുണ്ടത്രേ. എന്നാൽ മുൻപ് പറഞ്ഞത് അത് പാർട്ടിയുടെ രീതിയാണ്, പാർട്ടി വ്യക്തമായി എടുത്ത നിലപാടാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റുപറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റി. പക്ഷേ പാർട്ടിക്ക് തെറ്റുപറ്റി എന്നിവിടെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത് TK ഗോവിന്ദനും G സുധാകരനും കുഞ്ഞികൃഷ്ണനുമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു പാർട്ടി. കാരണം അവരുടെ പാർലമെന്ററി വ്യാമോഹമാണ് ദോഷം ചെയ്തത്, അല്ലാതെ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് ആത്യന്തികമായി സമ്മതിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം ന്യായീകരിച്ച MV ഗോവിന്ദൻ ഇപ്പോൾ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് തന്നെ പറയാൻ തയ്യാറായിരിക്കുന്നു. അതുമാത്രമാണ് അണികൾക്കിടയിലുള്ള ഏക ആശ്വാസവും. ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ആർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പാർട്ടി കമ്മിറ്റികൾ പക്ഷേ അത് ആ ഒരു അവസരം കൊടുത്തത് തെറ്റായി എന്ന് മനസ്സാലെങ്കിലും MV ഗോവിന്ദൻ സമ്മതിക്കുന്നു. കാരണം താഴെത്തട്ട് മുതൽ മുകളറ്റം വരെ സംസ്ഥാന തലം വരെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ഗോവിന്ദനും പിണറായിയും. പക്ഷേ അതൊന്നും സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെ ഇപ്പോഴും അവർ വാദിക്കുന്നുണ്ട്. നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായം പറയാം എന്ന രീതിയിൽ ആരംഭിച്ച പാർട്ടി കമ്മിറ്റികൾ അവിടെ വന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ള റിപ്പോർട്ടിങ്ങും സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ പോലും വെള്ളാപ്പള്ളിയുടെ അഭിപ്രായങ്ങൾ തള്ളിക്കളയാതിരുന്ന സെക്രട്ടറിയും പിണറായിയും ഇപ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. യോഗി ആദിത്യനാഥിനെ ഇതുവരെ തള്ളിപ്പറയാതിരുന്ന പാർട്ടി ഇപ്പോൾ യോഗി ആദിത്യനാഥിനെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത്. അത് തെറ്റുപറ്റിയതാണ് എന്ന് പാർട്ടി സംസ്ഥാന സമിതിയിലെങ്കിലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. കീഴ്ഘടകങ്ങളിൽ നിന്ന് ലാവാപ്രവാഹം പോലെ ഒഴുകി വന്ന വിമർശനങ്ങൾ അതേറ്റ് ഗത്യന്തരമില്ലാതെയാണ് ഈ അവസാന നിമിഷങ്ങളിലെങ്കിലും ചില ഏറ്റുപറച്ചിലുകൾ, സമ്മതിക്കലുകൾ നടത്തേണ്ടി വന്നത് പാർട്ടിക്ക്. ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള കണ്ണൂരിൽ പോലും പാർട്ടിക്ക് അടിപതറി എന്ന് സമ്മതിക്കേണ്ടി വരുമ്പോൾ ഇനി ഉയർത്തെഴുന്നേൽപ്പിന് എന്ത് വഴിയെന്ന് നേതാക്കൾക്ക് ആലോചിക്കേണ്ടി വരും. കണ്ണൂരിലെ വിഭാഗീയതയും ആലപ്പുഴയിലെ വിഭാഗീയതയും ഒന്നും പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുപറച്ചിലുകൾക്ക് വലിയ മാനങ്ങളുണ്ട്. പാർട്ടിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തും എന്ന ആശങ്കയിലാണ് സംസ്ഥാന നേതൃത്വം.